നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ 15 രാജ്യങ്ങൾ യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു വകഭേദങ്ങളെക്കാൾ അപകട സാധ്യത ഏറിയതിനാൽ തന്നെ തീവ്രവ്യാപന ശേഷിയുള്ള വകഭേദമാണ് ഒമിക്രോൺ എന്ന് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന പോലും പറഞ്ഞിരുന്നു. ഒമിക്രോൺ ഡെൽറ്റയേക്കാൾ അപകടകാരിയോ എന്ന വിധത്തിൽ സംശയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ വാക്സിനുകളെ പ്രതിരോധിക്കുമോ എന്ന് പോലും ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്നതേയുള്ളൂ. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ 15 രാജ്യങ്ങളിൽ യാത്രക്കാർക്ക് വിലക്കും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി രാജ്യങ്ങളാണ് നിലവിൽ യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൗദി അറേബ്യ, UAE, അമേരിക്ക, ബ്രിട്ടൻ, കുവൈറ്റ്, ഒമാൻ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് UAE-യിൽ ദക്ഷിണാഫ്രിക്കയിലെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് തിങ്കളാഴ്ച മുതൽ വിലക്കേർപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ലെസോത്തോ, എസ്വാത്തിനി, സിംബാബ്വെ, ബോട്സ്വാന, മൊസാംബിക്കു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് UAE-യിൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ UAE-യിൽ വരുന്നതിന് 14 ദിവസം മുമ്പ് ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും വിലക്ക് ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലേക്ക് UAE-യിൽ നിന്ന് വിമാന സർവീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക യാത്രക്കാർ, നയതന്ത്രജ്ഞർ, UAE ഗോൾഡൻ വിസയുള്ളവർ എന്നിവർ UAE-യിലേക്കുള്ള യാത്രക്കാരിൽ വിലക്കേർപ്പെടുത്തിയവരിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ സൗദി അറേബ്യയും 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ലെസോത്തോ, എസ്വാത്തിനി, സിംബാബ്വെ, ബോട്സ്വാന, മൊസാംബിക്കു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് സൗദി അറേബ്യ വിലക്കേർപ്പെടുത്തിയത്. സൗദി അറേബ്യയിൽ വരുന്നതിന് 14 ദിവസം മുമ്പ് ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും വിലക്ക് ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെടും. ബഹ്റൈനിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഒന്നാമത്തേതാണ് ബഹ്റൈൻ. ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച രാജ്യങ്ങളെ ബഹ്റൈൻ നിലവിൽ ഏവിയേഷൻ ചുവപ്പ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ ഞായറാഴ്ച മുതലാണ് 9 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുവൈറ്റ് പൗരന്മാരല്ലാത്തവർക്കാണ് രാജ്യം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ലെസോത്തോ, എസ്വാത്തിനി, സിംബാബ്വെ, ബോട്സ്വാന, മലാവി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് പൗരന്മാരല്ലാത്തവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുവൈറ്റ് പൗരന്മാർ നിർബന്ധമായും 7 ദിവസത്തെ ക്വാറന്റൈൻ പ്രവേശിക്കണമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഒമാനിലും സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം മൊറോക്കോയിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമിക്രോൺ വകഭേദം വേഗത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മൊറോക്കോ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡ് സമയത്ത് മൊറോക്കോ സ്വീകരിച്ച മുൻകരുതലുകൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മൊറോക്കൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജപ്പാനിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ അവരുടെ അതിർത്തികൾ അടച്ചിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് രാജ്യത്ത് ക്വാറന്റൈനും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ നടപടികൾ താൽക്കാലികമാണെന്നും ഒമിക്രോൺ വകഭേദങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ ഈ സുരക്ഷാ നടപടികൾ തുടരുമെന്നും ഹ്യൂമിയോ അറിയിക്കുകയായിരുന്നു. അതേസമയം ഒമിക്രോൺ വകഭേദത്തിന്റെ ഭാഗമായി ഇസ്രയേൽ അവരുടെ മുഴുവൻ അതിർത്തികളും തിങ്കളാഴ്ച മുതൽ അടച്ചിരുന്നു. നിരോധനം 14 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് അറിയിച്ചു. 10 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ബ്രിട്ടൻ വിലക്ക് ഏർപ്പെടുത്തിയത്. ബ്രിട്ടീഷ് അഥവാ ഐറിഷ് പൗരന്മാർ വിലക്കേർപ്പെടുത്തിയ 10 രാജ്യങ്ങളിൽ നിന്നെത്തിയവരുണ്ടെങ്കിൽ സർക്കാർ അംഗീകരിച്ച ഹോട്ടലുകളിൽ 10 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള യാത്രക്കാർക്കാണ് ടെസ്റ്റ് നിർബന്ധമാക്കിയത്. ഇന്ത്യയിൽ തീരുമാനം ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇത് ഏത് കോവിഡ് വകഭേദമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കൂടാതെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിരുന്നു. നിർബന്ധിത കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും 7 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്നും കൂടാതെ 14 ദിവസം യാത്ര ചെയ്ത വിവരങ്ങൾ എയർ സുവിധ പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും ഒപ്പം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നും ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.